എല്ലാവർക്കും സിനിമ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാഗിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ വേറൊരു സിനിമയുടെ ആവശ്യവുമായിട്ട് ഞാൻ ദുബായ് വരെ വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ആദ്യത്തെ ദുബായ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തോടു കൂടി തന്നെയാണ് ദുബായിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, ഭയങ്കര സൗണ്ടാണ് വണ്ടികളുടെ. എന്തായാലും നമുക്ക് അകത്ത് കയറി ഇരുന്നിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു വില്ലയാണ് ഇതിപ്പോൾ. ഞാൻ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നാലും സൗണ്ട് ഭയങ്കരമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അകത്തിരുന്നിട്ട് സംസാരിക്കാം. അതായിരിക്കും ഭയങ്കര വെയിലിട്ടോ. എന്തായാലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്തായാലും അത് കേട്ട് നോക്കാം. ഓക്കെ, നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂവുമായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് 2 വലിയ മലയാള സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 2 വർഷത്തിലധികമായി ദുൽഖർ സൽമാൻ്റെ ചിത്രങ്ങൾ കേരളത്തിൽ റിലീസ് ചെയ്യാറില്ലെന്ന് വെച്ചാൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാറില്ല. ആകെ വന്നത് മലയാളത്തിൽ നിന്ന് സോളോ എന്ന് പറഞ്ഞ ചിത്രം, അത് മലയാളത്തിൽ നിർമ്മിച്ച പടമൊന്നുമല്ല. അത് തമിഴിലൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ട് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നും കുറച്ച് സീനുകൾ മാത്രമേ മലയാളത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ മലയാള സിനിമകളെ ആയിട്ട് റിലീസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ദുൽഖർ സൽമാൻ്റെ ചിത്രം. പക്ഷേ അത് എനിക്ക് ഇന്ന് കാണാൻ സാധിച്ചില്ല എന്നൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ അതിനുള്ള സാഹചര്യം എനിക്ക് ഒത്തുവരാത്തത് കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ എൻ്റെ കമ്മ്യൂണിറ്റി ടാഗിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ വേറെ ഒരു ചിത്രത്തിൻ്റെ, അതായത് വേറെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ ദുബായ് വരെ വന്നിരിക്കുകയാണ്. ദുബായിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ദുബായിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വരുന്നതാണ്. എന്തായാലും എനിക്ക് ഈ ചിത്രം ഇപ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാണാൻ സാധിച്ചാൽ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. പക്ഷേ അതിന് സാധിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാൻ വന്നിരിക്കുന്നത് വേറൊരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു സിനിമയുടെ വർക്കിൽ നിൽക്കുമ്പോൾ അത് വിട്ടിട്ട് വേറൊരു വഴിക്ക് പോയി ഒരു സിനിമ കണ്ടിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല. പിന്നെ ഞാൻ വന്നിരിക്കുന്ന ചിത്രം ഏതാണെന്ന്, അതിനകത്ത് എൻ്റെ ഭാഗം എന്താണെന്ന്, ഇപ്പോൾ ഞാനൊരു സിനിമാ പ്രവർത്തനമാണെന്നും ഒരു അസോസിയേറ്റ് ഡയറക്ടറാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. എൻ്റെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന് പുറത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്ന മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ ദുബായിൽ വെച്ചാണ് നടത്തുന്നതായിരിക്കും. ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ആണ് ആ ചിത്രം അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്ത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും അതൊരു എന്നെ സംബന്ധിച്ച് വളരെ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സർപ്രൈസ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളോടത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഇരുന്ന് വെറുതെ വീഡിയോ ഇടാതിരിക്കില്ല. കാരണം വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതെന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അതായത് സിനിമേനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ള മാതിരിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സെറ്റ് ചെയ്തിട്ടല്ല, അതിന് പറ്റിയ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് വന്നത്. സാഹചര്യം ഒത്തു വരുന്നതനുസരിച്ചിട്ടുള്ള അതുപോലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും മിസ്സാവത്തില്ല. നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തായാലും മിസ്സാവാത്ത രീതിയിലുള്ള ഡീല് ഞാനായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരുന്നു. എന്തായാലും സിനിമകളുടെ റിവ്യൂ വളരെ കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും ഏകദേശം 1 മാസത്തോളം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ 1 മാസത്തേക്ക് ഇറങ്ങുന്ന സിനിമകളൊന്നും തന്നെ എനിക്ക് കാണാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. കാരണം റിവ്യൂ ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ആരും അന്വേഷിക്കാതിരിക്കാനാണ് പറഞ്ഞത്. കാരണം മധുരാജയുടെ റിവ്യൂ ഇടാനായിട്ട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞു. കാരണം ഇതേ ചിത്രത്തിൻ്റെ വർക്കുമായിട്ട് തന്നെയായിട്ടാണ് ഞാൻ എറണാകുളത്ത് വെച്ചിട്ടും ഞാൻ വളരെയധികം ബിസി ആയിരുന്നു. എറണാകുളത്തെ ഉണ്ടായിരുന്നില്ല, വേറെ പല ഭാഗങ്ങളിലായിട്ട് എൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മധുരാജയുടെ റിവ്യൂ കൃത്യമായിട്ട് ഇടാൻ സാധിക്കായിരുന്നത്. പക്ഷേ അതിനുവേണ്ടി ഞാൻ കുറേ ആൾക്കാരുടെ നിന്ന് തെറി കിട്ടു. കാരണം പ്രത്യേകിച്ച് അറിയാലോ, മമ്മൂട്ടി ഫാൻസിന് ഒരു അവരുടെ സിനിമകളെക്കുറിച്ച് ഞാൻ റിവ്യൂ ഇടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു തോന്നൽ ആ സമയത്ത് അവർക്ക് ഉണ്ടാവാൻ ഇടയായി. പക്ഷേ സത്യത്തിൽ അതായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ അതിക്ക് മുമ്പുള്ള സിനിമ റിവ്യൂസിലും ബാക്കിയുള്ള വീഡിയോസിലും എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ടായിരുന്നു, ഞാൻ ഒരു വർക്കുമായി ബേസ് ചെയ്ത് ബിസിയാണെന്നുള്ളത്. ബിസി എന്ന് പറഞ്ഞ വർക്ക് ഇതാണ്, ഈ സിനിമയുടെ വർക്കാണ്. അപ്പോൾ അത്
എനിക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ ഇതിനകത്തുണ്ട്. റോൾ എന്ന് പറഞ്ഞാൽ അഭിനയമല്ല, ടെക്നിക്കൽ സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിസ്റ്റൻറ്റ് അസോസിയേറ്റ് ആയിട്ടും സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് അതിൽ നിന്ന് അപ്പുറമായിട്ട് ഒരു പുരോഗതി ഈ ചിത്രം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതിൻ്റേതായ ഒരു ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കുണ്ട്. ആ ഒരു ചടങ്ങ് കഴിയുന്നത് വരെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടാൻ സാധിക്കത്തില്ല. അത് പുറത്തു വിടുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കൃത്യമായിട്ട് വിത്ത് പെർമിഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡയറക്ടറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. എന്തായാലും അതുവരെ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട, കൃത്യമായിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് വീഡിയോസ്, അതായത് സിനിമയുടെ ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട്. അതുപോലെ മറ്റുള്ള ഇൻഡസ്ട്രി ഹിറ്റുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട്. അതുപോലെയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കേണ്ടി വന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ.